നിങ്ങൾക്ക് എക്സാം പാസ്സാകാൻ പറ്റുമായിരിക്കും. എക്സാം പാസ്സായി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എന്ന ഒരു കടമ്പ കൂടിയുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. കാരണം നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഗുണപ്പെടില്ല. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ദീർഘകാല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അടുത്ത CSIR പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പം ഇനി ജൂണിലാണ് എക്സാം വരുന്നത്. അപ്പോൾ ആ എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നല്ല ക്രൂഷ്യലായിട്ടുള്ള സമയങ്ങളാണ് ഇതൊക്കെ. സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നന്നായിട്ട് പഠിച്ച് പോവുക. സംശയമുള്ള ഭാഗങ്ങളൊക്കെ അന്നത്തേരം തന്നെ സംശയങ്ങൾ തീർക്കാനായിട്ടും കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഈ വായിച്ച് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം CSIRന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം കൂടുതൽ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ കോൺസെപ്റ്റുകൾ നമുക്ക് ക്ലിയറായി വരും. ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ പഠിച്ചത് നമുക്ക് മനസ്സിലായോ എന്നറിയാനുള്ള ഏറ്റവും നല്ല ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നാണ് അതിനർത്ഥം. അത് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. അല്ലാതെ ഏറ്റവും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള പ്രോബ്ലംസ് മാത്രം വർക്കൗട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നല്ല പ്രോബ്ലംസ് തിരഞ്ഞെടുക്കാനും സവിശേഷമായിട്ടുള്ള ഒരു ജാഗ്രത നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് നമുക്കൊരു മാനദണ്ഡം ഉണ്ടാകണം. അല്ലാതെ പഴയ രീതിയിലുള്ള പ്രോബ്ലംസ് മാത്രം അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രം ചെയ്തു പോയാൽ നമുക്ക് ചെയ്യുന്നു എന്ന ഒരു പേരുണ്ടാകുമെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടണമെന്നില്ല. പഴയ പ്രോബ്ലംസ് ചെയ്തു നോക്കണ്ട എന്നുള്ളതല്ല അതിനർത്ഥം. പക്ഷെ പഴയ പ്രോബ്ലംസ് മാത്രമായിട്ട് ചെയ്തു പോകരുത്. കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇപ്പോഴത്തെ മാറിയ ട്രെൻഡുകൾ അനുസരിച്ചുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇനി കൂടുതൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം വരിക. അപ്പോൾ പ്രോബ്ലംസ് തിരഞ്ഞെടുക്കുന്നതിലും നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. പിന്നെ നന്നായിട്ട് സമയം വിനിയോഗിക്കണം. ഇപ്പോൾ കാലാവസ്ഥയുടെ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും പഠിക്കാനായിട്ട് പറ്റുന്നില്ല, ചൂടുണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇനി പരീക്ഷയ്ക്ക് അധികം സമയമില്ല. ജൂൺ എന്ന് പറയുമ്പോൾ ഇനി എന്ത് സമയമുണ്ടല്ലേ? വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇനി നമ്മുടെ മുന്നിൽ മിച്ചമുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇനി വരുന്ന ഭാഗങ്ങളെല്ലാം കവർ ചെയ്യാനായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളത്തെ നമ്മുടെ ശ്രമം അത്ര കണ്ട് ഊർജിതമല്ല എങ്കിൽ ഇനിയുള്ള സമയം കൂടുതൽ ആവേശത്തോടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം എല്ലാ കോൺസെപ്റ്റുകളിലൂടെ കൂടിയും നമ്മൾ പാസ് ചെയ്തു പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ടോപ്പിക് അങ്ങ് ഒഴിവാക്കുക എന്നുള്ള ഒരു മാർഗം അവലംബിക്കരുത്. ഒരു പേപ്പർ കംപ്ലീറ്റ് ഒഴിവാക്കുന്നത് വളരെ അപകടം പിടിച്ച ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതി ഒഴിവാക്കുക. എല്ലാ പേപ്പറിൽ നിന്നും മേക്ക് ഷുവർ ദാറ്റ് യു നോ സംതിങ്. അപ്പം ആ രീതിയിലുള്ള പഠനം വേണം നമുക്കിനി ആവശ്യമായിട്ട് വരിക. അപ്പോൾ നന്നായിട്ട് പഠിക്കണം. പ്രോബ്ലംസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ചെയ്യുന്ന പ്രോബ്ലംസ് നല്ല പ്രോബ്ലംസ് ആണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതി നിരാശപ്പെട്ട് അവിടെ അടച്ചു വെച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. കൂടുതൽ പഠിക്കുക. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ സംശയം നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും എടുത്ത് നോക്കുക. നിങ്ങൾ എഴുതിയ നോട്ടുകൾ നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആ പ്രോബ്ലംസ് എല്ലാം ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ എക്സാമുകളാണെങ്കിൽ കൂടിയും നമ്മുടെ എക്സാമുകളൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ക്വസ്റ്റ്യൻസ് വീണ്ടും വർക്കൗട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ രീതിയിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു എക്സാം കാഴ്ചവെക്കാനായിട്ട് പറ്റും. അവസാനത്തെ എക്സാമിന് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. സോ ആ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അങ്ങനെ പഠിച്ചു പോകണം. ഓക്കെ. അപ്പം ചലഞ്ചസ് ഉണ്ടാവും, പല പ്രശ്നങ്ങൾ നമുക്ക് മുന്നോട്ടുണ്ടാവും. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കും ഉപരി നമ്മുടെ ലക്ഷ്യമായിരിക്കണം നമ്മുടെ കൺമുന്നിൽ ഉണ്ടാകേണ്ടത്.
അപ്പോൾ കൂടുതൽ ഊർജത്തോടെ പ്രവർത്തിക്കാൻ നമ്മുടെ ലക്ഷ്യം നമ്മളെ സഹായിക്കണം. അപ്പോൾ ഈ നമുക്കറിയാം CSIR പാസ്സാകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ജോബ് അല്ല എങ്കിൽ കൂടിയും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസരങ്ങളുടെ ഒത്തിരി ഒരു ലോകമാണ് കാത്തിരിക്കുന്നത്. ഒത്തിരി അവസരങ്ങളുടെ ഒരു ലോകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ നമുക്ക് ഇന്നുണ്ടാകുന്ന നമ്മുടെ വളരെ ചെറിയ ചെറിയ ചലഞ്ചസ് ഒന്നും നമ്മുടെ മുന്നിൽ ഒരു മാർഗതടസ്സമേ ആവുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക, ആ ഒരു രീതിയിലും നമ്മുടെ പ്രിപ്പറേഷൻസിനെ നോക്കിക്കാണുക, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആർക്കാനും വേണ്ടി പ്രിപ്പയർ ചെയ്യാതെ നമ്മുടെ സ്വന്തം ആവശ്യമാണെന്ന് കരുതി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലിയർ? സോ നല്ല ഒരു പരീക്ഷയ്ക്കുള്ള ഒരുക്കം ഞാൻ ആശംസിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജയം ആശംസിക്കാൻ ഇനി സമയമുണ്ടല്ലോ. അപ്പം നല്ല ഒരു ഒരുക്കം ആശംസിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ വീണ്ടും ആവർത്തിച്ച് കാണുക, വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ആദ്യം നമ്മൾ പഠിക്കുന്ന രീതിയിലായിരിക്കില്ല രണ്ടാമതൊരു ടോപ്പിക്ക് നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ കൂടുതൽ ഡെപ്തിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ ആലോചിക്കാതിരുന്ന പോയിന്റുകളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരും. കൂടുതൽ സംശയങ്ങൾ നമുക്കുണ്ടാവും, കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നിൽ കാണണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും എടുത്ത് കാണുക, അതിലെ സംശയങ്ങളൊക്കെ സമയാസമയങ്ങളിൽ ചോദിക്കുക, സംശയങ്ങൾ അന്നേരം തീർത്തു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ 100% ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, ഐ ഹാവ് ഡൺ മൈ പാർട്ട്. ഓക്കെ, സോ അത് എന്നിട്ട് പോയി പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലിയർ? സോ ലെറ്റ് us സ്റ്റാർട്ട് ഡിസ്കസിങ് സം ഓഫ് ദി പ്രോബ്ലംസ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വഴി മാത്തമാറ്റിക്കൽ എബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്തവണയും ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും ഈ മോഡൽ ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെട്ടു പോകുന്നതും നല്ലതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായ ടേസ്റ്റുകൾ ഉള്ള പ്രോബ്ലംസും കൂടി ചൂസ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ നല്ലൊരു പ്രിപ്പറേഷൻസ് നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. ക്ലിയർ? സോ ലെറ്റ് us start discussing our first problem. A particle of mass 1 gigaelectron volt per c square and its antiparticle both moving with the same speed v produce a new particle x of mass 10 GeV per c square in a head-on collision. The minimum value of v required for this process is closest to. Okay, so രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു പാർട്ടിക്കിളും അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളും അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 1 GeV per c square ആണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ രണ്ടും ഹെഡ് ഓൺ കൊളീഷൻ നടന്നിട്ട് ഒരു പുതിയൊരു പാർട്ടിക്കിൾ ഉണ്ടായി. ആ പുതിയ പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് 10 GeV per c square ആണ്. സോ അങ്ങനെയാണ് എങ്കിൽ വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് വെലോസിറ്റി റിക്വയർഡ് ഫോർ ദിസ് പ്രോസസ് ടു ഹാപ്പൻ? ഓക്കെ, സോ ഈ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം വാല്യൂ ഓഫ് വെലോസിറ്റി. അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എനർജി കൺസർവേഷൻ ആ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് റിലേറ്റിവിറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിലേറ്റിവിറ്റിയൊക്കെ പഠിച്ചു പോകണം. ക്ലാസിക്കൽ മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോഴും പ്രഭ മങ്ങാത്ത ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഒരു പോർഷനാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്, അല്ലേ? ഇപ്പോൾ അതിൻ്റെ ലഗ്രാഞ്ചൻ ഡൈനാമിക്സ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചോണം എന്ന് പറയേണ്ട കാര്യമില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇപ്പം ലഗ്രാഞ്ചൻ ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ്, പിന്നെ കൺസർവേഷൻ ലോസ്, അതെല്ലാം ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം ആ പോർഷൻസൊക്കെ അതിൻ്റെ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ക്ലിയർ? സോ നമുക്ക് തുടങ്ങാം. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? I have one particle which is moving with a velocity v, and I have another particle which is head-on collision നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം, അല്ലേ? ശരിയല്ലേ? So they move towards each other with velocity v, and they undergoes
a head-on collision. So let this be my particle. This is my particle and this is my anti-particle. This is my anti-particle. One is particle and the other one is anti-particle, and as a result of this head-on collision, a new particle X is formed. A new particle X is formed, and the mass of the particle is 1 GeV per c square. The mass of the particle, anti-particle, is also 1 GeV per c square, and the mass of the daughter particle is 10 GeV per c square. 10 GeV per c square. Okay. So particle I, anti-particle I, adinte head-on collision nadanittulla daughter particle. So as per the conservation of energy, as per the conservation of energy, as per the conservation of energy, we know the particle, what is the energy, mc square by m by under root 1 minus v square by c square, isn't it? So mc square, m0 c square, so it is 1 by 1 minus under root v square by c square plus for an antiparticle it is mc square divided by under root 1 minus v square by c square. So gamma mc square plus gamma mc square will give you what? Will give you capital MC square, isn't it? Capital MC square. You will get a capital MC square, which is the energy for the daughter particle. Clear? So MC square plus MC square will be 2 MC square divided by under root 1 minus v square by c square. 1 minus v square by c square, which will be equal to capital MC square. Capital MC square, let it be some capital M, because the two masses are getting added. So c square and c square cancels. So 2m is equal to 2m by divided by 1 minus v square by c square is equal to capital M. So so you will get what? 2 into what is the mass? Here it is 1, which is equal to what is the capital M? It is 10 under root 1 minus v square by c square. 10 under root v square by c square. I have taken it here towards the RHS. Clear? So 2 into 1 is equal to 10 into under root 1 minus v square by c square. So what will you get? This will be 5. This will be 5. So 1 by 5 equals 1 by 5 equals under root 1 minus v square by c square, or 1 by 25 equals 1 minus v square by c square. We need the value of v. So v square by c square, v square by c square is equal to 1 minus 1 by 25. This is 24 by 25, isn't it? It's 24 by 25. Therefore v is equal to, what is v? V is equal to root 24 by 5 into c. Root 24 by 5 into c. So root 24 by 5. So root 24 means it will be slightly less than 5, isn't it? Root 24 is slightly less than 5. So it is slightly less than 5 means it will be somewhat 0.9, somewhat 0.9 c. So the options are given us. Option A is 0.83 c. Option B is 0.93 c. Option C is 0.98 c, and option D is 0.88 c. 0.88 c. And when you do this calculation, obviously it is a 0.9 c, isn't it? 0.9 c means it won't be 0.98. 0.98 means it is approximately equal to 1. Approximately equal to 1. It won't be there. So it won't happen, because it is a point to root 24 is slightly less than 5. So slightly less than 5 means it is nearly to 0.9. So the answer will be 0.93 c.
0.93 c. That is the minimum value of velocity, so that this will happen. These two masses, these two particles and particle and antiparticle collide to form a daughter particle of mass 10 GeV per c square. Is it clear? So just we have done the concept of conservation of energy. The energy of this particle plus energy of this antiparticle will give you the daughter particle. Since the mass is given, when mass multiplied with the c square will give you the energy. The mass is given in GeV per c square. So if you multiply with the c square, it will be 1. So the energy is 1 GeV. So it is mc square divided by under root 1 minus gamma mc square plus gamma mc square will give you capital MC square, and just add this and you will get, and just find the value of V and you will get 0.9 c, 0.93 c to be precise. Is it clear? മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ. സോ ഈ ക്ലാസിക്കൽ മെക്കാനിക്സും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ആ ഭാഗത്തു നിന്ന് വരുന്ന അതിൻ്റെ ഡെറിവേഷൻസ് പോലും പഠിച്ചു പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം അതിനകത്തുനിന്ന് ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്ത് പോകുന്ന വഴിക്കാണ് നമുക്ക് കുറേ അധികം റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പൊട്ടൻഷ്യൽ തന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സർവ്വ കാൽക്കുലേഷൻസും അല്ലേ, എങ്ങനെയാണ് അത് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും നമ്മുടെ പ്രോബ്ലംസിൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ, അതെങ്ങനെ കണ്ടുപിടിക്കാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ് കാണിക്കുന്നത്, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ് കാണിക്കുന്നത്, ആ കാര്യങ്ങൾ. പിന്നെ ജനറലൈസ്ഡ് ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ. ജനറലൈസ്ഡ് ഫോഴ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് ഒരു പൊട്ടൻഷ്യൽ തന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഡെറിവേഷനിൽ നിന്ന് മാത്രമല്ല അത് വരുന്നത്, അത് പല പല ഡെറിവേഷൻസിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഒരു പൊട്ടൻഷ്യലിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞെന്നാൽ അതിനകത്തുനിന്ന് കണ്ടുപിടിക്കാവുന്ന സർവ്വ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡെറിവേഷൻസ്, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന റിസൾട്ടുകൾ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറന്നു പോകരുത്. കുറിച്ച് വെക്കുകയും അത് വീണ്ടും ആവർത്തിച്ച് വായിച്ച് ഹൃദിസ്ഥമാക്കുകയും ചെയ്യണം. ക്ലിയർ? സോ ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ്, പിന്നെ കൺസർവേഷൻ ലോസ്, സൈക്ലിക് കോർഡിനേറ്റുകൾ, ആ ഭാഗങ്ങളൊക്കെ പഠിച്ചു വെച്ചോണം. അതിൻ്റെ തിയറി പോർഷൻസും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഓർമ്മയിലുണ്ടാവണം. ക്ലിയർ? സോ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതൊക്കെ നമുക്ക് മറന്നു പോകും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറന്നു പോകും. ചില ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പരീക്ഷയ്ക്ക് കയറി കഴിയുമ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഒക്കെ നമ്മുടെ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന കാരണം. അപ്പം ആ ടെൻഷനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകാവുന്ന പരീക്ഷാ ഹാളിൽ ഉണ്ടാകാവുന്ന ചലഞ്ചസിനെ പറ്റി നമുക്ക് വ്യക്തമായൊരു ബോധം നമുക്കുണ്ടാവണം. മനസ്സിലായില്ലേ? ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും കൂടെയാണ്. നമുക്ക് വീണ്ടും ടെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ ഒരു ഫാക്ടർ കൂടിയായി. നമ്മൾ വർക്ക് ചെയ്യുന്ന മെഷീനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോലും അതിന് പരിഹാരം ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആകെ ടെൻഷൻ ഉണ്ടാവും. അപ്പം ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ എത്ര ടെൻഷൻ ഉണ്ടായാലും ശരി, അത് മറന്നു പോകാത്ത രീതിയിൽ മനസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇൻസ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സ് ഉറപ്പിച്ച് പഠിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ വെറുതെ ഒന്ന് ഫ്ലോ ചെയ്ത് പോവുകയാണെങ്കിൽ, നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തുകൂടി ഒന്ന് വെറുതെ ഒന്ന് ഫ്ലോ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതൊന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കത്തില്ല. കൂടിപ്പോയാലും രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും മറന്നു പോകും. അപ്പോൾ വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പക്ഷേ പഠിക്കുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സുറപ്പിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് പഠിച്ചാൽ അതിൻ്റെ അത്രയും കാലം ഇത് നമുക്ക് ഈട് നിൽക്കും. അതാണ് അതിൻ്റെ ഗുണം. നമ്മൾ പഠിക്കുമ്പോൾ സ്ട്രെയിൻ എടുത്ത് പഠിക്കുക. ഓക്കെ. സോ അത്ര സീരിയസ് ആയിട്ട് നമ്മുടെ പഠനത്തെ അപ്രോച്ച് ചെയ്യണം. വളരെ നല്ല രീതിയിൽ പഠിച്ചു പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഒരാളോട് എഴുതാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും, ഇൻ്റർവ്യൂവിനൊക്കെ CSIRൻ്റെ പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞെന്നാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയെന്ന് കരുതുക. അപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയെന്നാൽ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി തന്നെ നിങ്ങൾക്ക് ഇത് മുഴുവൻ വീണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ആ ഇൻ്റർവ്യൂ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ. സോ അത്ര മുന്നോട്ടുള്ള നമ്മുടെ
അത്രയും ദീർഘവീക്ഷണത്തോടെ നമ്മൾ പഠിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഒരു കരിയർ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് എക്സാം പാസ്സാകാൻ പറ്റുമായിരിക്കും, എക്സാം പാസ്സായി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കൂടി എന്ന ഒരു കടമ്പ കൂടിയുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. കാരണം നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഗുണപ്പെടില്ല. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ദീർഘകാല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു ഗുണം കിട്ടത്തില്ല. പരീക്ഷ പാസ്സായി എന്ന് പറയാം എന്നുള്ളതിൽ കവിഞ്ഞ് നമുക്ക് മറ്റൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വേണം പഠിക്കാൻ. ഒരു ഇൻ്റർവ്യൂ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കോഴ്സ് വർക്ക് അല്ലെങ്കിൽ കോഴ്സ് വൈവകൾ വീണ്ടും കാത്തിരിപ്പുണ്ട്. അപ്പം ഇതൊക്കെ വീണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. അല്ലാതെ മിയർലി നോട്ട് ഫോർ 3 hours നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഈ ഒരു 3 മണിക്കൂറിന് വേണ്ടി മാത്രമുള്ളതല്ല നമ്മളിപ്പോൾ പഠിക്കുന്നത്. സോ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം പഠിക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ലൈഫ് ലോങ് ആവശ്യമുള്ള കാര്യമാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ, എ പാർട്ടിക്കിൾ ത്രോൺ വിത്ത് എ സ്പീഡ് v from the earth's surface attains a maximum height h measured from the surface of the earth. If v is half the escape velocity and r is the radius of the earth, then h by r is. ഉണ്ടോ, ഇത് +2 ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നിന്ന് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് തുടങ്ങുന്ന ഒരു ഭാഗത്ത് ചെറിയൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതേ പിടിച്ചാണ് ഇവർ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കിത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. +2 ബേസ്ഡ് ഒരു ടോപ്പിക്കാണ്. ആസ് an MSc student or as a postgraduate holder, you should be able to tackle this problem also. അപ്പോൾ +2 ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം വന്നാൽ അത് നിങ്ങൾ ടാക്കിൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. സോ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അങ്ങനെ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ +2വിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ +2വിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, ഒത്തിരി ഗുണമാണ്. ഓക്കെ, സോ ഈ ചോദ്യം നോക്കുക. സോ ആ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ജൂണിലെ CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ 60 days ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഈ ഒരു വിവരം നിങ്ങൾ അറിയണം. നിങ്ങൾ ഈ വിവരം അറിയാത്തവരിലേക്കും കൂടി നിങ്ങൾ എത്തിക്കുക. അപ്പോൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഒരു ഇൻടേക്കാണ് നിങ്ങൾക്ക്, അല്ലേ? നിങ്ങൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സുവർണ അവസരമാണ്. 60 days ക്രാഷ് ബാച്ചാണ്. ഇപ്പോൾ 60 days ക്രാഷ് ബാച്ച് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. നിങ്ങളിങ്ങ് പോരെ, നമുക്ക് കാണിച്ചു തരാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ. നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, പിന്നെ സിലബസ് എല്ലാ സിലബസും കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുന്നുള്ള ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ലൈവ് ക്ലാസ്സുകൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ പ്രോബ്ലം ഡിസ്കഷനാണ്. പിന്നെ നിങ്ങൾക്ക് 24/7 ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ തീർക്കാം. സംശയം മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും. PDF നോട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്ത് സഹായവും CSIR ഫിസിക്സ് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള എന്ത് സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്കറുകൾ വിശ്വസിച്ച് പോരെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുമിച്ച് പഠിക്കാമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എനിക്കെല്ലാം തികഞ്ഞ ആളാണെന്നോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാവുന്ന അഹങ്കാരമൊന്നും നമുക്കില്ല. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഓൺ ദ സ്പോട്ട് കുക്ക്ഡ് ആയിട്ടുള്ളൊരു ആൻസറും ചിലപ്പോൾ നമുക്ക് കാണണമെന്നില്ല. നമ്മൾ റെഫർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ആൻസർ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളുടെ സംശയങ്ങളാണെങ്കിലും നിങ്ങൾ എന്ത് ചോദ്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ആൻസർ തരാതെ പോകുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ എന്താണ്, ഇല്ലോളം താമസിച്ചാലും വരും എന്ന് പറയുന്ന പോലെ കുറച്ച് താമസിച്ചാലും നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ നിങ്ങളുടെ കൈകളിലുണ്ടാവും. ക്ലിയർ? അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. 60 days ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കുക. ഓക്കെ, ഒരു സന്തോഷ വാർത്ത മാത്രമല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനം കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പരമാവധി ഈ ഒരു ഓഫർ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ 60 days എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്കും വർക്ക് ലോഡാണ്, നിങ്ങൾക്കും വർക്ക് ലോഡാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഒന്ന് ഓർക്കണം. അപ്പോൾ 60 days കൊണ്ട് പഠിച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായും അത്രയും തയ്യാറെടുത്തിരിക്കണം. ഓക്കെ,
സോ ആ 60 ഡേയ്സ് കൊണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകേണ്ടി വരും. കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. നല്ല വർക്ക് നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും നിങ്ങൾ. അപ്പം നന്നായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, കൂടുതൽ സമയം ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ എക്സാമുകൾ നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ, ആ രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ 60 ദിവസം കൊണ്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. ക്ലിയർ? സോ ഈ 60 ഡേയ്സ് ക്രാഷ് ബാച്ചിൻ്റെ കാര്യം എല്ലാവരിലേക്കും എത്തിക്കുക. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു ദി ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ പാർട്ടിക്കിൾ ഈസ് ത്രോൺ വിത്ത് വെലോസിറ്റി v, അല്ലേ? എർത്തിൻ്റെ റേഡിയസ് 6 ആണ്. So, and it is thrown from the surface of the earth and it attains a height h. So, the particle attains a height h. So, the h is measured from the surface of the earth. Adum paranjittunde, h is measured from the surface of the earth. Then, if v is half the escape velocity, then h by r is thrown up velocity v aanu. So, this is half the escape velocity. So, it is equal to escape velocity എത്രയാണ്? Escape velocity under root 2gm by r. Okay, escape velocity is a half under root 2gm by r. അറിയാമല്ലോ അല്ലേ? അതൊന്നും മറന്നു പോകരുത്. under root 2gm by r, which is half the escape velocity. അതുകൊണ്ടാണ് ഹാഫ്. ഈ ഹാഫ് into root 2gm by r ഒന്നും അല്ല കേട്ടോ. So, escape velocity is root 2gm by r. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, 11.2 km/s from the surface of the earth. ശരിയല്ലേ? സോ ഹിയർ വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി ബോഡി, ബട്ട് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി മാസ് ഓഫ് ദി പ്ലാനറ്റ്. ദറ്റ് ഈസ് m, ക്യാപിറ്റൽ M ഈസ് ദ മാസ് ഓഫ് ദി എർത്ത്. അക്കാര്യമൊക്കെ അറിഞ്ഞിരിക്കണേ. m ഈസ് ദ മാസ് ഓഫ് ദി എർത്ത്. അറിയത്തില്ലെങ്കിൽ എഴുതി വെച്ചോണം. m is the mass of the earth and r is the radius of the earth. And here also we have to use the conservation of energy. Conservation of energy ആണ് നിങ്ങൾക്ക് ഇവിടെയും യൂസ് ചെയ്യേണ്ടി വരിക. So, conservation of energy. So, as per the law of conservation of energy, kinetic and potential energy plus kinetic energy, അല്ലേ? Kinetic energy plus potential energy initial will be equal to maximum height. There is no kinetic energy, there is only potential energy. ശരിയല്ലേ? So, what is the potential? Gravitational potential, initial gravitational potential. It is initially the point is here. So, it is minus gmm by r. Plus half mv square, isn't it? Half mv square is equal to potential energy plus kinetic energy will give you here ഇവിടെ എന്താണ്? kinetic energy is 0, potential energy minus gm divided by h ആണോ? അല്ല, you have to add r plus h. ശരിയല്ലേ? It is from the center of the earth. So, into r plus h plus 0 potential, 0 kinetic energy. അതും കൂടെ എഴുതിക്കോളൂ, അല്ലെങ്കിൽ സംശയം വരും. So, what is this? Minus gm by r plus half m into v square. It is 1/4 into gm in 2gm by r. അല്ലേ? 2 and 2 cancels, is equal to minus gmm by r plus h, means gm by r plus h. So, minus gmm by r plus here it is 1/4 gmm by r will give you minus gmm divided by r plus h. ശരിയല്ലേ? So, it is 1 plus 1/4. So, it is 1/4 minus 1. 1/4 minus 1 is minus 3/4. So, it is minus 3/4 gmm by r
minus 3 by 4 GMM by R equals minus GMM divided by R plus H, minus GMM divided by R plus H. So GMM and GMM cancels, minus and minus cancels. ശരിയല്ലേ? So what will you get? So just cross multiply it. എന്ത് വരുന്നു? 3 into R plus H equals 3 into R plus H equals 4R. 3 into R plus H equals 4R. So 3R plus 3H equals 4R, and 3R when taken to the RHS it will be R. So 3H equals R, and you are asked about H by R. So H by R equals 1 by 3. So H by R equals 1 by 3. Clear? So the value H by R equals 1 by 3. Is it clear? മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ രണ്ട് പ്രോബ്ലമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്ലാസിക്കൽ മെക്കാനിക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം പ്രോബ്ലംസ് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു സൈൻ പോലും മാറാൻ സമ്മതിക്കരുത്. അത്ര വിജിലൻ്റ് ആയിട്ട് വേണം ഓരോ പ്രോബ്ലത്തെയും നിങ്ങൾ സമീപിക്കാനായിട്ട്. അപ്പം കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ 60 days ക്രാഷിൻ്റെ കാര്യവും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം ജോയിൻ ചെയ്യാൻ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ ഒന്ന് വിളിച്ചാൽ ഇതിൻ്റെ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ളൊരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങളുടെ സേഫ് സോണിൽ ഇരുന്ന് പഠിക്കാനുള്ള, നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് പഠിക്കാനുള്ള ഈ ഒരു സുവർണ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അടുത്ത CSIR പരീക്ഷ നിങ്ങളുടേതാകാൻ ഈ ഒരു അവസരം നിങ്ങൾ പരിപൂർണമായി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, സോ വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.